കാണാൻ വൃത്തിയും ഭംഗിയുള്ളത്, കേൾക്കാൻ ഇമ്പമുള്ളത്, മണക്കാൻ സുഗന്ധമുള്ളത്, അങ്ങനെ നല്ലതെന്ന് കരുതപ്പെടുന്ന എല്ലാ കാര്യങ്ങളോടും നമ്മുടെ ബ്രെയിനൊരു പാർഷ്യാലിറ്റി ഉണ്ട്. അതിന് വല്ലാത്തൊരു ചായ്വ് അതിനോട് കാണിക്കും. അതിനോട് എൻഗേജ് ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും ബ്രെയിനിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ പെട്ടെന്ന് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോയാൽ വളരെ സ്മാർട്ടായി വെൽ ഡ്രസ്ഡായിട്ട് വരുന്ന ഒരു കുട്ടി പറയുന്നൊരു മോശം തമാശയ്ക്ക് പോലും ചിലപ്പോൾ ചിരിക്കാൻ ആളുകളുണ്ടാവും. പക്ഷേ അതിനേക്കാൾ മികച്ചൊരു തമാശ അങ്ങനെ അല്ലാത്തൊരു കുട്ടി പറഞ്ഞാൽ അത് പരിഗണിക്കപ്പെടാനുള്ള സാധ്യത കുറവായിരിക്കും. അതേപോലെ ജോലി സ്ഥലങ്ങളിൽ വളരെ മടിയനും അലസനുമായിട്ട് സ്വയം പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ലേറ്റ് ആയാൽ മാനേജർ മിക്കവാറും അയാളോട് റൂഡാവും. അതേസമയം വാക്കിലും പ്രവൃത്തിയിലൊക്കെ സ്മാർട്ടായിരിക്കുന്ന ഒരാൾ ലേറ്റ് ആയാൽ മിക്കവാറും അയാൾക്ക് എക്സ്ക്യൂസസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് ആരുടെയും പ്രശ്നമല്ല, പ്രകൃതി ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഏറ്റവും നല്ലതിന് ചൂസ് ചെയ്യാനാണ് പ്രകൃതി എപ്പോഴും ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ബ്രെയിനും അങ്ങനെ വയേർഡാണ്. നമ്മൾ മനുഷ്യരിൽ നിർമ്മിക്കുന്ന പല സിസ്റ്റത്തിൽ നമ്മൾ ഫെയർനെസ്സും ഇക്വാലിറ്റിയും കൊണ്ടുവരാറുണ്ട്. പക്ഷേ പ്രകൃതി അതിനെക്കുറിച്ച് കൺസേൺഡ് അല്ല. അതൊരു പ്രകൃതി നിയമമാണ്. നമുക്കത് ഈസിയായിട്ട് മാറ്റാൻ പറ്റില്ല. നമുക്കത് ഫോളോ ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് യാതൊരു പരിചയമില്ലാത്ത കുറച്ച് ആളുകളുടെ അടുത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മൾ എത്ര ഇൻ്റലിജൻ്റ് ആയിരുന്നാലും നമ്മുടെ ഇൻറ്റൻഷൻസ് എത്ര നല്ലതായിരുന്നാലും നമ്മുടെ നാവിൽ നിന്നൊരു വാചകം പുറത്ത് വീഴുന്നതിന് മുൻപ് തന്നെ നമ്മുടെ അപ്പിയറൻസും നമ്മുടെ പോസ്റ്ററും നമ്മളെക്കുറിച്ച് സംസാരിക്കും. അവർ നമ്മളെക്കുറിച്ചൊരു ഒപ്പീനിയനും ഫോം ചെയ്യും, നമ്മളൊരു ബോക്സിനകത്ത് ആക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും വെൽ ഗ്രൂംഡ് ആയിരിക്കുക, സാഹചര്യങ്ങൾക്കനുസരിച്ച് വസ്ത്രം ധരിക്കുക, നിങ്ങൾ എപ്പോഴും പ്രസൻറ്റബിൾ ആയിരിക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആവാൻ എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതും ജീവിതത്തിൽ കുറേ ദൂരം മുന്നോട്ട് പോകാൻ നിങ്ങളെ വല്ലാതെ സഹായിക്കും. എപ്പോഴും ഓർക്കുക, നിങ്ങളൊരു പാറ്റയെ കൊന്നാലും നിങ്ങളൊരു ഹീറോ ആണ്. പക്ഷേ നിങ്ങൾ കൊല്ലുന്നതൊരു പൂമ്പാറ്റയാണെങ്കിൽ നിങ്ങളൊരു വില്ലനായി മാറും. ഞാനീ പറഞ്ഞതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ചിന്തിക്കുന്നത് പോലെയാണോ നമ്മൾ ജീവിക്കേണ്ടത് എന്നതൊക്കെ വാലിഡായ ക്വസ്റ്റ്യനാണ്. അങ്ങനെ അല്ലാത്തൊരു തലത്തിലേക്ക് വളരാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷേ റിയൽ വേൾഡിൽ ലൈഫ് വർക്ക് ചെയ്യുന്നതിന് ഇങ്ങനൊരു ആംഗിൾ കൂടെ ഉണ്ട് എന്ന് പറയാൻ മാത്രമാണ് ഞാൻ ശ്രമിച്ചത്.